സംഖ്യ അധ്യായം 25. പെയോരിലെ ബാൽ. ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബി സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോരിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിന്റെ തലവന്മാരെ പിടിച്ച് കർത്താവിന്റെ മുൻപാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിന്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിന്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക. മോശയും സമാഗമ കൂടാര വാതിൽക്കൽ വിലപിച്ചുകൊണ്ട് നിന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണെ ഒരു ഇസ്രായേൽക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒരു മിദ്യാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹറോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ആ ഇസ്രായേലിന്റെ പുറകെ അവൻ അകത്തു ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിന്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എന്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എന്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനും അവനുശേഷം അവന്റെ സന്തതികൾക്കും നിത്യപൗരോഹിത്യത്തിന്റെ ഉടമ്പടിയായിരിക്കും. കാരണം അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലിയൻ ശിമിയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിന്റെ മകൻ സിംബ്രിയാണ്. കൊല്ലപ്പെട്ട മിദിയാൻകാരി മിദിയാൻ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂര്യന്റെ മകൾ കൊസ്ബി ആകുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മിദിയാന്യരെ ആക്രമിച്ച് നിശേഷം സംഹരിക്കുക. കാരണം പെയോറിന്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദിയാൻ പ്രമാണിയുടെ മകളുമായ കൊസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിദിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു. അധ്യായം 26. രണ്ടാമത്തെ ജനസംഖ്യ. മഹാമാരി നിലച്ചതിനു ശേഷം കർത്താവ് മോശയോടും പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിനോടും അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തിന്റെ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലരുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ 20 അതിനുമേലും വയസ്സുള്ളവരെ ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മോവാബ് സമതലത്തിൽ മോശയും പുരോഹിതനായ എലയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ചു കൂട്ടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബൻ, റൂബന്റെ പുത്രന്മാരായ ഹനോക്ക്, ഫല്ലൂം, ഹെസ്രോൻ, കർമ്മി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ 43,730 ആളുകൾ. ഫല്ലുവിന്റെ പുത്രൻ ഏലിയാബ്, ഏലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ, ദാഥാൻ, അബീറാം, കോരഹും സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോരഹിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനും എതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാഥാനും അബീറാമും ഇവർ തന്നെ. ഭൂമി വാപ്പിളർന്ന് കോരഹിനോടൊപ്പം അവരെ വിഴുങ്ങുകയും അഗ്നി 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു. എന്നിട്ടും കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല.
ശിമയോൻ ഗോത്രത്തിൽ നെമുവേൽ, യാഖീൻ, യാമിൻ, സേരഹ്, ഷാവൂൽ എന്നിവരുടെ കുലങ്ങൾ. ഈ കുലങ്ങൾ ഉൾപ്പെട്ട ശിമയോന്റെ ഗോത്രത്തിൽ 22,200 ആളുകൾ. ഗാദ് ഗോത്രത്തിൽ സെഫോൻ, ഹഗ്ഗി, ശൂനി, ഓസ്നി, ഏലി, അരോദ്, അരേലി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഗാദ് ഗോത്രത്തിൽ 40,500 ആളുകൾ. യൂദായുടെ പുത്രന്മാർ ഏരും ഓനാനും. ഏരും ഓനാനും കാനാൻ ദേശത്ത് വച്ച് മരിച്ചു. യൂദാ ഗോത്രത്തിൽ ഷേലഹ്, പേരസ്, സേരഹ് എന്നിവരുടെ കുലങ്ങൾ. പേരസിന്റെ കുലത്തിൽ ഹെസ്രോൻ, ഹാമൂൽ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെടുന്ന യൂദാ ഗോത്രത്തിൽ 76,500 ആളുകൾ. ഇസാക്കർ ഗോത്രത്തിൽ തോല, പുവാഹ്, യാഷൂബ്, ഷിംറോൻ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഇസാക്കർ ഗോത്രത്തിൽ 64,300 ആളുകൾ. സെബുലൂൻ ഗോത്രത്തിൽ സേരദ്, ഏലോൻ, യാഹ്ലേൽ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട സെബുലൂൺ ഗോത്രത്തിൽ 60,500 ആളുകൾ. ജോസഫിന്റെ പുത്രന്മാർ മനാസയും എഫ്രായിമും. മനാസയുടെ പുത്രൻ മാഖീർ. മാഖീർ ഗിലയാദിന്റെ പിതാവായിരുന്നു. ഗിലയാദിൽ നിന്ന് യേസർ, ഹേലെക്, അസ്രിയേൽ, ഷെക്കേം, ഷിമിദ, ഹേഫർ എന്നിവരുടെ കുടുംബങ്ങൾ. ഹേഫറിന്റെ മകനായ സെലോഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു. മഹ്ല, നോവ, കൊഗ്ല, മിൽക്ക, തിർസ എന്നീ പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. മനാസെ ഗോത്രത്തിൽ 52,700 ആളുകൾ. എഫ്രായിം ഗോത്രത്തിൽ ഷുത്തോലാഹ്, ബെക്കർ, താഹാൻ എന്നിവരുടെ കുലങ്ങൾ. ഷുത്തേലാഹിന്റെ മകനാണ് ഏരാൻ. ഇവയുൾപ്പെട്ട എഫ്രായിം ഗോത്രത്തിൽ 30,500 ആളുകൾ. ഇവ രണ്ടും ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽ ബേല, അഷ്ബോൽ, അഹിറാം, ഷെഫൂഫാം, ഹൂഫാം എന്നിവരുടെ കുലങ്ങൾ. ബേലായുടെ കുലത്തിൽ അർദ്, നാമാൻ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെട്ട ബെഞ്ചമിൻ ഗോത്രത്തിൽ 45,600 ആളുകൾ. ദാൻ ഗോത്രത്തിൽ ഷൂഹാമിന്റെ കുലം. ദാൻ ഗോത്രത്തിൽ 64,400 ആളുകൾ. ആഷേർ ഗോത്രത്തിൽ യിമ്ന, യിഷ്വി, ബറിയ എന്നിവരുടെ കുലങ്ങൾ. ബറിയായുടെ കുലത്തിൽ ഹേബർ, മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ. ആഷേറിന് സേറ എന്നൊരു പുത്രി ഉണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിൽ 53,400 ആളുകൾ. നഫ്താലി ഗോത്രത്തിൽ യഹ്സേൽ, ഗൂനി, യേസർ, ഷില്ലേം എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട നഫ്താലി ഗോത്രത്തിൽ 45,400 ആളുകൾ. അങ്ങനെ ഇസ്രായേൽ ജനം ആകെ 6,01,730 പേരുണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എണ്ണമനുസരിച്ച് ഇവർക്ക് ദേശം ഭാഗിച്ചു കൊടുക്കണം. വലിയ ഗോത്രത്തിനും കൂടുതലും ചെറിയ ഗോത്രത്തിന് കുറവും, അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം. നറുക്കിട്ട് വേണം ദേശം വിഭജിക്കാൻ. താന്താങ്ങളുടെ പിതൃഗോത്രത്തിന്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക. ആളേറിയ ഗോത്രത്തിനും ആളുകുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട് ഭാഗിക്കണം. ലേവി ഗോത്രത്തിൽ ഗർഷോൻ, കൊഹാത്ത്, മെറാറി എന്നിവരുടെ കുലങ്ങൾ. ലിബ്നി, ഹെബ്രോൻ, മഹ്ലി, മൂഷി, കോരഹ് എന്നിവരുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. കൊഹാത്ത് അമ്രാമിന്റെ പിതാവാണ്. യോക്കേബേദ് ആയിരുന്നു അമ്രാമിന്റെ ഭാര്യ. ലേവിക്ക് ഈജിപ്തിൽ വച്ച് ജനിച്ച മകളാണവൾ. ഇവളിൽ അമ്രാമിന് അഹ്റോനും മോശയും അവളുടെ സഹോദരി മിരിയാമും ജനിച്ചു. അഹ്റോന്റെ പുത്രന്മാരാണ് നാദാബ്, അബിഹു, എലയാസർ, ഇത്താമർ എന്നിവർ. നാദാബും അബിഹുവും
കർത്താവിന്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി. ലേവി ഗോത്രത്തിൽ 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ 23,000 ആയിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നതുകൊണ്ട് അവരെ അക്കൂട്ടത്തിൽ എണ്ണിയില്ല. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാനിരികെയുള്ള മൊവാബ് സമതലത്തിൽ വച്ച് മോശയും പുരോഹിതനായ എലയാസരും കൂടി ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത്. എന്നാൽ മോശയും പുരോഹിതൻ അഹ്റോനും കൂടി സീനായ് മരുഭൂമിയിൽ വച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിന്റെ കണക്കിൽപ്പെട്ടവരാരും ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം അവർ മരുഭൂമിയിൽ വച്ച് മരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. യഫുന്നയുടെ മകൻ കാലെബും നൂനിന്റെ മകൻ ജോഷിയും ഒഴികെ അവരിൽ ആരും അവശേഷിച്ചില്ല. അധ്യായം 27. പുത്രിമാരുടെ അവകാശം. ജോസഫിന്റെ മകൻ മനാസെ, അവന്റെ മകൻ മാഖീർ. മാഖീർ ഗിലെയാദിന്റെയും ഗിലെയാദ് ഹേഫറിന്റെയും പിതാക്കന്മാർ. ഹേഫറിന്റെ മകൻ സെലോഫഹാദ്. അവന്റെ പുത്രിമാരായ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവർ മുന്നോട്ട് വന്നു. അവർ സമാഗമ കൂടാര വാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിന്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവന്റെയും മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വച്ച് മരിച്ചു. അവൻ കോറഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അവന് പുത്രന്മാരില്ലായിരുന്നു. പുത്രനില്ലാത്തതിനാൽ തങ്ങളുടെ പിതാവിന്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നതെന്തിന്? അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക. മോശ അവരുടെ കാര്യം കർത്താവിന്റെ സന്നിധിയിൽ ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഒരു ഓഹരി അവർക്കും നൽകണം. അങ്ങനെ അവരുടെ പിതാവിന്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ. നീ ഇസ്രായേലിനോട് ഇപ്രകാരം പറയണം, ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം. പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം. സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം. പിതൃ സഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങൾ അവന്റെ അവകാശം അവന്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം. കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും. ജോഷുവ മോശയുടെ പിൻഗാമി. അനന്തരം കർത്താവ് മോശയോട് അരുളി ചെയ്തു, അബാറിം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും. സിൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിനടുത്ത് വച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുൻപിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എന്റെ കൽപ്പന ലംഘിച്ചു. മോശ കർത്താവിനോട് അപേക്ഷിച്ചു, അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയി പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിന്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈവയ്ക്കുക. പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ നിർത്തി അവർ കാണെ നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക. അവൻ പുരോഹിതനായ എലയാസറിന്റെ മുൻപിൽ നിൽക്കണം. എലയാസർ അവനു വേണ്ടി ഉറീം വഴി കർത്താവിന്റെ തീരുമാനം അന്വേഷിച്ചറിയണം. ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷുവയെ വിളിച്ച് പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുൻപാകെ നിർത്തി. അവന്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു.